പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധന്മാർ പ്രാർത്ഥിക്കാറുണ്ടോ? വിശുദ്ധന്മാർക്ക് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെയുള്ള കുറേയേറെ കുഞ്ഞുങ്ങളുടെ ചോദ്യങ്ങൾ കേട്ടിട്ടുണ്ട്. അവരെന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കണേ? ശരിക്കും അവർ പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ? അവർക്കെല്ലാം കിട്ടുമല്ലോ? നല്ലൊരു ഉത്തരം ഇന്നത്തെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്ന വിശുദ്ധ ആൽബർട്ടാണ്. മഹാനായ വിശുദ്ധ ആൽബർട്ട്, സെയിൻറ്റ് ആൽബർട്ട്സ് കോളേജിൻ്റെയൊക്കെ മധ്യസ്ഥനായി നമ്മൾ പേരിട്ടിട്ടുള്ള വിശുദ്ധനായ മഹാനായ വിശുദ്ധ ആൽബർട്ട് പുണ്യർ. ശരിക്കും പറഞ്ഞാൽ തത്വചിന്തകന്മാരിൽ വെച്ച് അങ്ങേയറ്റം അഗ്രഗണ്യനായ ഒരു മനുഷ്യൻ, വിശുദ്ധ തോമസ് അക്യുനാസിനെയൊക്കെ പഠിപ്പിച്ച ഗുരു. അങ്ങനെ ഒരാൾ ഈ പ്രാർത്ഥനയുടെ കാര്യത്തിൽ പിന്നോക്കം വരേണ്ടതാണ്. കാരണം ഈ റീസണിങ്, ബുദ്ധിപരമായിട്ടുള്ള ചിന്ത പതിയെ പതിയെ ഇങ്ങനെ ഒരാളെ ദൈവത്തിൽ നിന്ന് അകറ്റേണ്ടതാണ്. പക്ഷേ ഈ മനുഷ്യൻ്റെ കാര്യത്തിൽ അതല്ല സംഭവിച്ചത്. പരിശുദ്ധ കുർബാനയോട് അഗാധമായിട്ടുള്ള ഭക്തി, പരിശുദ്ധ മാതാവിനോട് അഗാധമായിട്ടുള്ള ഒരു വലിയ ശരണപ്പെടൽ, അത്രയ്ക്ക് ദൈവം തന്നതുകൊണ്ട് മാത്രമെന്ന് പറഞ്ഞ് ജീവിച്ചൊരു മനുഷ്യൻ. ലൂക്ക് എന്ന് പറയുന്ന ഒരു പ്രൊഫസറെ കുറിച്ച് ബോബിച്ചനൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. ശിരസിന് മുകളിൽ കഴുത്തില്ല എന്ന് പറഞ്ഞ് ജീവിച്ച ഒരു മനുഷ്യൻ. 8ഓളം ലാംഗ്വേജുകൾ സംസാരിച്ചിരുന്ന ഒരാൾ. എന്നിട്ട് നടക്കുമ്പോൾ ഇങ്ങനെ തലകുനിച്ച് ഞാൻ ഈ ലോകത്തേ ഇല്ല എന്നുള്ള രീതിയിൽ ജീവിച്ച ഒരാൾ. ദൈവത്തിലാണ് ആശ്രയം എന്ന് പറഞ്ഞ് ജീവിച്ച മനുഷ്യർ, വിശുദ്ധരായിട്ടുള്ള മനുഷ്യർ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് തന്നെയാണ്. ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനത്തിലെ 105-ാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ കർത്താവ് ചെയ്ത വിസ്മയാവഹങ്ങളായ പ്രവൃത്തികൾ ഓർക്കുവിൻ. കർത്താവ് ചെയ്ത വിസ്മയാവഹങ്ങളായ പ്രവൃത്തികൾ, ഇത്രയും കാലം എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്തിട്ടുള്ള ആ ഒരു പ്രവൃത്തികൾ, എന്നെ ഉപകരണമാക്കിയത്, എന്നെ ഒരുക്കിയത്, എന്നെ വഴി നടത്തിയത്, ഇതൊക്കെ ഓർത്തെടുക്കുന്ന ഒരു മനുഷ്യന് ഇനിയുള്ളൊരു സ്റ്റെപ്പ് വെക്കണമെങ്കിലും കർത്താവിനോട് പ്രാർത്ഥിച്ചേ പറ്റുള്ളൂ. നിരന്തരമായിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന മനുഷ്യർ അവിടുത്തെ സംരക്ഷണത്തിന് വേണ്ടി തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. കർത്താവ് ഇന്നത്തെ സുവിശേഷത്തിൽ ഓർമ്മപ്പെടുത്തുന്ന കാര്യം ഇതാണ്. ഭഗ്നാശരാവാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ അവൻ അവരോടൊരു ഉപമ പറഞ്ഞു. ഉപമ എന്താണെന്ന് നമ്മൾ പതിയെ ഒന്ന് മാറ്റിവെക്കുകയാണ്. പക്ഷേ ഈ ഒരു വാചകം ഉണ്ടല്ലോ, ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം, ഭഗ്നാശരാവാതെ എപ്പോഴും പ്രാർത്ഥിക്കണം, നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് പറയണത്. അതല്ലാതെ ഒരു നിലനിൽപ്പില്ല എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തി തരുന്ന മനുഷ്യരാണ് ഈ വിശുദ്ധരൊക്കെ. നിരന്തരം പ്രാർത്ഥിക്കണം. ആ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വന്ന് തൻ്റെ ജീവിതത്തെ പരിപൂർണമായി സമർപ്പിച്ച് ഇങ്ങനെ ഏൽപ്പിച്ചു തന്ന് പ്രാർത്ഥിക്കുന്നവരിലേക്ക് കർത്താവിൻ്റെ കൃപയുണ്ടാകുമെന്നുള്ളതിന് എന്തൊരു തെളിച്ചത്തോടു കൂടെയാണ്, ഉറപ്പോടുകൂടെയാണ് കർത്താവ് ഒരു വചനം നമ്മളോട് പറഞ്ഞു തരണത്. അങ്ങനാണെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ എന്ന് ചോദിച്ചുകൊണ്ട് സ്വയം ആ ചോദ്യത്തിന് ഉത്തരം കർത്താവ് പറയും. അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പിന്നീട് അവസാനത്തെ വചനം, എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ഇതൊക്കെ ചെയ്യും. ഇതൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്ക് കർത്താവ് വാഗ്ദാനം തന്നിട്ടും അങ്ങനെ പ്രാർത്ഥിക്കുന്ന അധികം മനുഷ്യരെ എനിക്ക് ഈ ലോകത്ത് കണ്ടെത്താൻ പറ്റുമോ എന്നുള്ളതാണ് കർത്താവിൻ്റെ ചോദ്യം. നമ്മളുടെ നേരെ കൈ ചൂണ്ടാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടോ? നമ്മൾ ഒരാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല. ഈ വിശുദ്ധന്മാർ പ്രാർത്ഥിച്ചതുപോലെ, കർത്താവെ, എൻ്റെ ജീവിതം അങ്ങയുടെ ദാനം, അങ്ങില്ലെങ്കിൽ എനിക്കൊന്നിനും സാധ്യമല്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് ഒരാളിങ്ങനെ കർത്താവിൻ്റെ മുൻപിൽ ചെന്ന് കരം കൂപ്പി കണ്ണ് നിറയുന്നതിന് പറയുന്ന പേരാണ് പ്രാർത്ഥന. ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓടിച്ചെന്ന് അയ്യോ പത്തോന്ന് നിലവിളിക്കുന്നതല്ലാതെ നേരെ മറിച്ച്, തമ്പുരാനെ, നീയില്ലെങ്കിൽ, നീ വഴി നടത്തിയില്ലെങ്കിൽ, നീ കൂട്ടുനിന്നില്ലെങ്കിൽ, നീ ചേർത്ത് പിടിച്ചില്ലെങ്കിൽ ഞാനില്ല ഈശോയെ എന്ന് വിളിച്ചു പറഞ്ഞ് അവൻ്റെ മടിയിലേക്ക് അഭയം തേടുന്ന, അവൻ്റെ കരങ്ങളിലേക്ക് ജീവിതം സമർപ്പിക്കുന്ന മനോഭാവത്തിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പിതാവേ, നിൻ്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നുവെന്ന് വിളിച്ചു പറയണ കർത്താവിനെ കാണണമല്ലേ? പ്രാർത്ഥനയാണിത്.
നെഞ്ചു പൊള്ളിക്കുന്ന, കണ്ടു നിൽക്കുന്നവരുടെ പോലും നെഞ്ചു പൊള്ളിക്കുന്ന ഈ പ്രാർത്ഥന പക്ഷേ കർത്താവ് ചൊല്ലിക്കഴിയുമ്പോൾ ഒരു കുഞ്ഞിനെ കണക്ക് ശാന്തമായവൻ ഉറങ്ങാൻ പറ്റുന്നതിൻ്റെ കാരണം ഈ ഇങ്ങനെ കർത്താവിലേക്ക്, ആ പിതാവിലേക്ക് തന്നെ ഈ പ്രാർത്ഥന വഴിയായി മുഴുവനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. കർത്താവ് പറഞ്ഞില്ലേ, തൻ്റെ മുൻപിൽ നിലവിളിക്കുന്നവരെ അവരുടെ നിലവിളി അവരൊന്ന് കേൾക്കാതിരിക്കുമോ? കേൾക്കുക തന്നെ ചെയ്യും. ആ വാഗ്ദാനം ഈശോയിൽ നിറവേറുന്നതാണ് കാണുന്നത്. നിരന്തരം പ്രാർത്ഥിക്കുക, നിരന്തരം പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥനയുടെ ബലമില്ലാതെ എങ്ങനെയാണ് ഒരു മനുഷ്യന് മുന്നോട്ട് പോകാൻ സാധിക്കുക? ഈ പ്രാർത്ഥനയുടെ ശക്തിയില്ലാതെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ പ്രയാസങ്ങളെ അതിജീവിക്കാൻ പോകുന്നത്? ഈ പ്രാർത്ഥനയുടെ തെളിച്ചമില്ലാതെ എങ്ങനെയാണ് ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള വഴികളിലെ ചതിക്കുഴികൾ കണ്ട് മാറി നടക്കാനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രകാശം കിട്ടുക? തമ്പുരാനോട് പ്രാർത്ഥിച്ചു തുടങ്ങാം. നമുക്ക് പ്രാർത്ഥന ഇതാണ്. മുഴുവനായിട്ട് ജീവിതം ഏൽപ്പിച്ചു കൊടുത്ത് എന്തൊക്കെ സൗകര്യങ്ങളുണ്ടെന്ന് പറഞ്ഞോട്ടെ, എത്രമാത്രം നമ്മൾ ഭാഗ്യപ്പെട്ടവരാണെന്ന് പറഞ്ഞോട്ടെ, മനുഷ്യർ നമ്മളെ നോക്കിയിട്ട് അസൂയപ്പെട്ട പല കാര്യങ്ങളും പറയുന്നുണ്ടാവും. എന്തൊരു സൗഭാഗ്യമുള്ള ജീവിതം, എത്രമാത്രം അനുഗ്രഹമുള്ള ജീവിതം, എത്ര ബുദ്ധിയുള്ള കൊച്ച്, എത്ര കഴിവുള്ള ഒരാൾ എന്നൊക്കെ പറയുമ്പോഴും രാത്രിയിൽ മറന്നു പോകരുത് അവൻ്റെ മുൻപിൽ ഒന്ന് എളിമയോടുകൂടെ മുട്ടിന്മേൽ നിൽക്കാൻ. തമ്പുരാനെ, നീയില്ലാതെ ഞാനില്ല, നീ നയിക്കാതെ എനിക്ക് വഴിയറിയില്ല, നീ ചേർത്ത് പിടിക്കാതെ എനിക്ക് ആശ്വാസമില്ല. ഈ പ്രാർത്ഥനയിൽ സ്വർഗം സംപ്രീതനാവുക തന്നെ ചെയ്യും. മുട്ടിന്മേൽ നിൽക്കാം. നമുക്ക് ആശീർവാദം സ്വീകരിക്കുന്ന നേരത്ത് തമ്പുരാനിലേക്ക് മുഴുവനായി സമർപ്പിച്ച പ്രാർത്ഥനയുടെ ഹൃദയവുമായിട്ട് നമുക്ക് അവിടുത്തെ അനുഗ്രഹത്തിനായി ശിരസ് നമിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 28-ാമത്തെ സങ്കീർത്തനം 2-ാമത്തെ തിരുവചനം. അങ്ങയുടെ ശ്രീകോവിലിലേക്ക് കരങ്ങൾ നീട്ടി സഹായത്തിനായി ഞാൻ നിലവിളിക്കുമ്പോൾ കർത്താവെ, എൻ്റെ നിലവിളിയുടെ സ്വരം നീ ശ്രവിക്കണമേ. പ്രാർത്ഥനയാണിത്. തമ്പുരാനെ, നീട്ടപ്പെടുന്ന കരങ്ങൾ ചേർത്ത് പിടിച്ച് ഞാൻ കൂടെയുണ്ടെന്നുള്ള ഉറപ്പ് തരുന്ന രാത്രിയായിരിക്കട്ടെ ഇതെന്ന പ്രാർത്ഥനയോടെ നമുക്ക് സ്വസ്ഥമായി വിശ്രമത്തിലേക്ക് പോകാം. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.